salt and pepper. Pum 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 pum. ഹായ്, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഞാനിന്നും കൊടൈക്കനാലിൽ തന്നെയാണ് ഇങ്ങനെ നടക്കാണ്. കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ തോന്നത്തില്ലല്ലോ ആർക്കും. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്നത്, ഞാൻ താമസിക്കുന്ന റിസോർട്ടിലാണ്, കോട്ടേജിലാണ്. വളരെ എനിക്ക് ഇരുട്ടായതുകൊണ്ട് ഈ കോട്ടേജിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇരുട്ട് മാത്രമല്ല, ഇവിടെ കോടമഞ്ഞുണ്ട്, അതുകൊണ്ടെല്ലാം കാണാൻ പറ്റത്തില്ല. എനിവേ, ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ, ഇപ്പോൾ സീസണാണല്ലോ, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു വളരെ സന്തോഷകരമായി അല്ലെങ്കിൽ കൗതുകകരമായി ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അത് കണ്ടു നിന്നിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹം, ഇത് സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചാലോ എന്ന്. അങ്ങനെ ഞാൻ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പറയുമ്പോഴേക്കും അവർക്കും വലിയ സന്തോഷം. അങ്ങനെ അവർ നമുക്ക് വേണ്ടിയിട്ട് അതൊന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ഒന്നേന്ന് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ കൗതുകം കളയുന്നില്ല, നേരിട്ട് കാണാം എന്താണ് കൗതുകമെന്ന്. ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇതുപോലൊരു ഫുഡ് ഇനി വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ആ കാഴ്ച ഒരുക്കി ഇരിക്കുന്ന ആളായി നിൽക്കുന്നത്. പേരെന്താണ്? ജയകുമാർ എന്ന് പറയും. ജയകുമാർ ജയിക്കട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് എന്തോന്നായി ഉണ്ടാക്കാൻ പോണേ? നന്ദൂരി ചിക്കൻ ചുട്ടെടുക്കുന്നു, പരിപാടി. തന്തൂരി ചിക്കൻ നമുക്കറിയാം. തന്തൂരി ചിക്കൻ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ രാവിലെ തൊട്ടേ അതിനൊക്കെ മസാലയൊക്കെ പുരട്ടി ഉണക്കി നിർത്തിയിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് മാത്രം തണ്ടൂരി അടുപ്പ് വേണം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മുടെ ഒരു അന്ധവിശ്വാസം. പക്ഷേ അതൊക്കെ പൊളിച്ചുകൊണ്ടാണ് ഇവിടെ പുള്ളിക്കാരൻ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഹാപ്പി ആയിട്ട് വിടുന്നത്. അപ്പോൾ എങ്ങനെ വളരെ സിമ്പിളായിട്ടും വളരെ രസകരമായിട്ടും ആഘോഷകരമായിട്ടും തന്തൂരി ചിക്കൻ ഉണ്ടാക്കാം, അതാണ് ഇന്നത്തെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ വരാൻ പോകുന്നത്. തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം കണലാക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്നല്ലേ. ഞാൻ ഇന്നലെ മുഴുവൻ ഇത് കണ്ടിട്ട് ഇത് നോക്കിക്കൊണ്ടിരിപ്പായിരുന്നു, ഉറക്കം പോലും ഇല്ലായിരുന്നു. ഇത് കണ്ട് കൗതുകത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് തീ വെക്കാനായിട്ട് ഒരാളെ ഞാൻ വിളിക്കുകയാണ്. നമ്മൾ പണ്ട് കോമിക്സിലൊക്കെ വായിച്ചിട്ടില്ലേ, മറ്റേ 2 കൊമ്പൊക്കെ ആയിട്ട് വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന് പിള്ളേരുടെ ഭയങ്കര കൂട്ടുകാരനായി മാറിയ വിക്കി. വിക്കി ഇപ്പോൾ വരും. വിക്കി വാ. വിക്കി ശരിക്കും വിക്കിയുടെ പേരാണ് എനിക്ക് ഇഷ്ടം. ഇതാണ് ആ സുന്ദരനായ വിക്കി. വിക്കി നമ്മുടെ മധുര നിവാസിയാണ്. വിക്കിക്ക് നല്ല മലയാളം അറിയാം, തമിഴും അറിയാം. ഇത് കനലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീ നന്നായിട്ട് ആളി കത്തിച്ചെടുക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിലെ രസകരമായ കാഴ്ചകൾ. വിക്കി അങ്ങനെ ഇന്നത്തെ ഭണ്ഡാര അടുപ്പിന് തീ കൊടുത്തു കഴിഞ്ഞു. ഭക്ഷണ സാധനമല്ലേ, അതുകൊണ്ട് അല്ലെങ്കിൽ വല്ല പെട്രോളൊക്കെ എടുത്ത് ഒഴിക്കുകയായിരുന്നു മണ്ണെണ്ണയൊക്കെ. അതുകൊണ്ട് നമുക്ക് സാധാരണ എണ്ണ അത് പതുക്കെ കത്തിപ്പിടിക്കത്തുള്ളൂ. തീ ഒന്ന് കത്തിപ്പിടിക്കട്ടെ. തീ റെഡിയാക്കാനായിട്ട് വെക്കി ഇത് കനലാക്കി തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇനി ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ ചുറ്റും ഇരിക്കണ്ടല്ലോ. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇനി നമ്മൾ തണ്ടൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കറിയണ്ടേ. നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ബേസിക്കലി വേണ്ടത് ചിക്കനാണ് അല്ലേ? ചിക്കൻ അത് എങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കണേ? കട്ട് ചെയ്ത് നമ്മൾ പീസാക്കി ഇരിക്കുന്നു, എന്നിട്ട് വരിഞ്ഞിട്ട്. ഇതിപ്പോൾ എത്ര കോഴിയുണ്ട്? ഇതിപ്പം 3 കോഴി. 3 കോഴിയെ 20 പീസായിട്ട് കിട്ടി. 20 പീസാക്കി കട്ട് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇതാണ്ട വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് മസാല അകത്തൊക്കെ പിടിക്കാൻ. പക്ഷെ മസാല എന്ത് മസാലയായി ചേർക്കേണ്ടതെന്ന് ഇനി അറിയണം. ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് മസാല ഉണ്ടാക്കാൻ? മഞ്ഞപ്പൊടി ഇടുന്നു, മുളക് പൊടി ഇടുന്നു, മസാലപ്പൊടി ഇടുന്നു, കുരുമുളക് പൊടി, ഉപ്പ്, എണ്ണ ഒഴിക്കുന്നു, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി അതും കൂടെ ചേർത്ത് തക്കാളി, സവാള ഇത്രയും ഇരിപ്പുണ്ട്. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ മസാല തയ്യാറാക്കാം. ഓക്കെ വാ. അടിപൊളി. വിക്കി തകർത്തു. വിക്കി മജീഷ്യൻ തന്നെ. കൊടൈക്കനാലിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന തീയാണ്. കാരണം ഇവിടുത്തെ തണുപ്പ് അത്രയ്ക്കതാണ്. ഇതൊന്നും ഇട്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ചൂട് കൂടെ കിട്ടിയപ്പോ ഒരു രസമുണ്ട്. എത്ര പീസ് ഇടുന്നുണ്ടോ? ഒരുപാട് ഇടണോ? മൊത്തം ഇടുകയാട്ടാ. ഞാൻ ഇത് തിന്നേച്ച് പോയാൽ പോരെ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറെ പേരുണ്ട്, അവരെല്ലാം കൂടെ അങ്ങ് വളഞ്ഞിരിക്കും. അത് മാത്രമല്ല, കുറച്ച് ടൂറിസ്റ്റുകളും എറണാകുളത്തൊക്കെ വന്നിട്ടുണ്ട്. അവരിത് കഴിച്ചിട്ടേ പോകുന്നു പറഞ്ഞ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ എല്ലാം അങ്ങിടാം. നമ്മൾ ആദ്യം മഞ്ഞപ്പൊടി ഇടുന്നു, മുളക് പൊടി ഇടുന്നു. ഇത് എന്ത് മുളക് പൊടി? കാശ്മീരി മുളക് പൊടിയാണ് ഇവിടുത്തെ കൊടൈക്കനാൽ നാടൻ മുളക് പൊടി.
കുരുമുളക് പൊടി 2 സ്പൂണ്. 2 സ്പൂണ്. ഈ കുരുമുളകാണ് തണുപ്പ് അങ്ങോട്ട് മാറിയണത്. ഇതിന്റെ ഒരു ചൂട് കയറുമ്പോൾ ഇത് കുരുമുളകിന്റെ ഒരു എരി കയറുമ്പോൾ നമ്മൾ വേർക്കും, തണുപ്പ് പോവും. അതെന്താണ് ഇത്? മസാലപ്പൊടി 1.5 സ്പൂൺ. എന്ത് മസാല ഇത്? നമ്മുടെ ഗരം മസാല. ഗരം മസാല നമ്മുടെ നാട്ടിലെ മസാല വാങ്ങിച്ച് പൊടിച്ചു റെഡിയാക്കുന്നതാണ്. അടുക്കളയിലുള്ള അതേ സാധനങ്ങൾ നമ്മുടെ നാടൻ ഭക്ഷണ രീതി തന്നെ. ഉപ്പ് പാകത്തിന് ഇടുന്നു. പിന്നെ എണ്ണ ഒഴിച്ചു മിക്സ് ചെയ്യുന്നു. എന്തെണ്ണയാണ്? വെളിച്ചെണ്ണ? ഇത് നമ്മുടെ പാം ഓയിൽ. പാം ഓയിൽ. അവസാനമായിട്ട് വേറെന്താ ചേർക്കാനുണ്ട്? നമ്മളിനിയിപ്പം ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച സാധനം നമ്മളിത് മിക്സ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്നത്. പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3 കൂടെ മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചതാണ് ഇത്. ഓക്കെ ഓക്കെ ഓക്കെ. മഷി പോലെ ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുക്കുമ്പോഴാണ് അതും കൂടെ. അപ്പൊ തന്നെ മൈ ഗോഡ്, ഇതാണല്ലേ ആ മണം. അതാണ് ഇടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ശരിക്കും നമ്മള് ഈ തണ്ടൂരി ചിക്കനൊക്കെ ഇങ്ങനെ തൂക്കിയിരിക്കില്ല, അതിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു സ്മെല്ല് കിട്ടത്തില്ലേ? ഈ സാധനം അതിലോട്ട് ഇറങ്ങിയപ്പോഴേക്ക് ആ സ്മെല്ല് എനിക്ക് കിട്ടി. ഇനി ഇതിൻ്റെ അടുപ്പ് തയ്യാറാക്കുന്നതാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനില്ലേ, എങ്ങനെയായിരിക്കും ഇതിൻ്റെ അടുപ്പുണ്ടാക്കുക? ഇത് നമുക്ക് നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒത്തുകൂടുമ്പോഴോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആയിരിക്കുമ്പോൾ ഞായറാഴ്ചകളിൽ പിള്ളേരും ഒക്കെ ആയിട്ട് മുറ്റത്ത് ഇതുപോലെ കുറച്ച് വിറകൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കണം കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മുടെ തണ്ടൂരി ചിക്കനുള്ള ആ മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുകയാണ്. ഇത് കണ്ടിട്ട് തന്നെ കൊതിയാവണം നിങ്ങൾക്കും അല്ലേ? ഇതെന്താ ഇതിന്റെ കല്ല് വരെ റെഡിയല്ലേ? തണ്ട അവിടെ പുള്ളിക്കാരെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം റെഡിയായോ? ഇതൊക്കെയാണല്ലേ ഇവിടുത്തെ ക്യാമ്പ് ഫയറിന്റെ ഒക്കെ ചാർജ്? എക്സ്പീരിയൻസ് 1 year എക്സ്പീരിയൻസ് ആണെങ്കിൽ വിക്കിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ക്യാമ്പ് ഫയർ ആരാ ഉണ്ടാകും? അത് ഞാൻ തന്നെ, വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നാ വിക്കി പറയണത്. നാൻ താൻ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ അവതാരകൻ നാൻ താൻ, ഒരു ക്യാമ്പ് ഫയറിന്റെ ആള് അവർ താൻ, ഇവർ താൻ ഇൻ ദ കുക്ക്. ഇപ്പൊ മസാല എല്ലാം റെഡിയാക്കി ആണോ? റെഡിയായിരിക്കുകയാണ്. ഇനി അത് കണലായി കഴിയുമ്പോൾ അതിന്റെ പേരിൽ നമ്മൾ നെറ്റ് വെച്ചു റെഡിയാക്കി എടുക്കുന്നു. ഇനി കനലാവണവരെ വെയിറ്റ് ചെയ്യണം അല്ലേ? എന്തായിരുന്നാലും ഇതൊന്ന് കനലായി വരട്ടെ. നമ്മുടെ കനൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? തീ അണയാറായി. നമ്മൾ നെറ്റ് വെക്കുന്നു. നെറ്റ് പറക്കി വെച്ചിട്ട് നമ്മൾ ചിക്കൻ. ഓക്കെ, അപ്പൊ നമുക്ക് നെറ്റ് വെക്കാം. വിക്കി നെറ്റ് കൊഞ്ചം കൊടുക്കേ. തമിഴ് വിക്കിക്ക് നല്ല മലയാളം അറിയാം. ഇത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടും. ഇത് ഈ നെറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ കിട്ടുന്ന നെറ്റാണ്. നെറ്റൊന്ന് ചെറിയ ചൂടാവട്ടെ. അപ്പൊ അതിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതും പോകും. പിന്നെ നെറ്റും കുറച്ച് ചൂട് നമുക്ക് തരും അല്ലേ? അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം. എങ്ങനെയാ ഇത് വെക്കേണ്ടത്? ഇത് വെറുതെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കരുത് കേട്ടോ. നമ്മൾ കുറച്ച് കൂട്ടുകാരെ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആയിട്ട് രസകരമായിട്ട്, കാരണം ഇത് ഈ കനലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറേ സമയമെടുക്കും. അത്രയും സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ച് രസകരമായി സംസാരിച്ചൊക്കെ നിന്ന് ആഘോഷിച്ച് വേണം ഇത് ഉണ്ടാക്കാൻ. എന്നാലേ ഇതിനൊരു രസം വരത്തുള്ളൂ. കനൽ റെഡി ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ചിക്കൻ പറക്കി വെക്കുന്നു. ചിക്കൻ ചേട്ടാ, ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇത്രയും തീ വേണമല്ലേ? ഇത്രയും തീ വേണം, എന്നാലും അതിന്റെ ചൂടടിച്ചെങ്കിലും ഇത് വേവും. അപ്പോൾ ഓരോന്നായിട്ട് പറക്കി വെക്കുകയാണ്. അതെ, ഇതൊക്കെ ഇത് എല്ലാ ചിക്കനും വെക്കണം. ഇത് അത്ര വെക്കണതിന്റെ ഇടയ്ക്ക് ഈ ഇരിക്കുന്നതൊക്കെ കരിയോ? ഇല്ല, ഒന്നും കരിയത്തില്ല. കരിയിലൊന്നും ഗ്യാരണ്ടി തന്നിരിക്കണം. അതെന്താണ് ചുടുകെട്ട പുറത്ത് ഗണപതിക്ക് വെച്ചതാ? തീ ഒരുപാടായി കഴിഞ്ഞാല് നമ്മളത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ആ തീ മാറ്റി വെച്ചതല്ലേ? അത് എല്ലാം വെക്കാം. അതെ, കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ഉണ്ടാക്കണ കണ്ടിട്ട് അവിടെ വന്ന് നിൽക്കുക. അവരൊക്കെ ഇപ്പം ഇങ്ങ് വരും ഇത് കഴിക്കാൻ. ഇന്ന് സത്യത്തിൽ ഒരു ഉത്സവം പോലത്തെ ഒരു എപ്പിസോഡാണ്. കാരണം ഇന്നത്തെ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഈ ഒരു കുക്കിങ്ങിൽ ഒരുപാട് നമ്മുടെ പ്രേക്ഷകരും കൂടെ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ വരും കേട്ടോ. അവരൊക്കെ സൈഡിൽ അങ്ങനെ ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുകയാണ്. തീ അപ്പുറം സൈഡിൽ ജാസ്തി ആയിരിക്കും. അപ്പോൾ എനിക്കൊരു ട്രിക്ക് മനസ്സിലായി.
ഇങ്ങനെ തീ ഒരുപാടുള്ള സ്ഥലത്ത് ഇത് ചിക്കൻ വെക്കരുത്. വെക്കാൻ പാടില്ല. ഈവനായിട്ട് നിൽക്കുന്നിടത്തേ വെക്കാവൂ. ഇനി നമ്മൾ സവാള അതിൻ്റെ ഇടയ്ക്ക് പറക്കി വെക്കും. ഇനി ഇതിന്റെ ഇടയിൽ വേറെ ചിക്കൻ മാത്രമല്ല, ഇതിന്റെ ഇടയിൽ വളരെ ഒരു കൗതുകകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച, സവാള ഈ ചുട്ടെടുക്കുകയാണ്. നമ്മൾ വിചാരിച്ച് ഈ സവാള ഇതിനകത്ത് അരച്ച് ചേർക്കുമെന്നല്ലേ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക, നമ്മൾ സവാള കടയിൽ നിന്ന് മേടിക്കുന്നില്ലേ അതേപോലെ തന്നെ അങ്ങ് വെക്കുകയാണ്. അതിന്റെ തോലൊന്നും എടുത്ത് കളയാണ്ട് അതിനെ അതേപോലെ ചുട്ടെടുക്കുകയാണ്. ശരിക്കും ഒരു പീസ് മീറ്റ് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കണമെന്നാണ്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു അറബ്സാണ്. അവർ ഇങ്ങനെയുള്ള ചുട്ട ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ ചുട്ടെടുത്ത വെജിറ്റബിൾസും കൂടെ അതിൻ്റെ കൂടെ കഴിക്കും. അപ്പോഴേക്കും നമുക്ക് ഈ പൊണ്ണത്തടിയൊന്നും ഉണ്ടാവത്തില്ല. അറബ്സിനെ കണ്ടിട്ടില്ല, എന്ത് സുന്ദരന്മാരാ എന്നെ പോലെ. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ തക്കാളിയും കൂടെ വെക്കുന്നു. ഈ ചുട്ടെടുക്കുന്ന തക്കാളി ഉള്ളിയൊക്കെ തിന്നാൻ തന്നെ വേറൊരു ഭയങ്കര ഗംഭീര ടേസ്റ്റ് ആയിരിക്കും. ഇത് കനല് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് തീയും വരണുണ്ടല്ലോ. തീ ഇത്ര വേണോ? കനല് മാത്രമായിട്ട് കിടന്നാലും മതിയല്ലേ? കുറഞ്ഞ മതിയായിരുന്നു. നമ്മളത് ഓരോ തിരിച്ചിടും. വിക്ക് ഒരു കല്ല് കൂടി എടുക്കാൻ പോയി. ഇച്ചിരി ഹൈറ്റ് കുറവാണ് കേട്ടോ. ഹൈറ്റ് കുറച്ച് ചൂടാട്ട കൊടുക്കും. ഒരു 4 കല്ല്. അപ്പൊ എന്താ സംഭവിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീന്റെ ഒരുപാട് അടുത്ത് പോയി കനലിന്റെ ചൂട് കൂടുതൽ പെട്ടെന്ന് കയറണം. അതുകൊണ്ട് അവരിന്ന് ഹൈറ്റ് ചെയ്യാണ്. കാരണം അത്രയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് തീ വരാൻ പാടില്ല. അതിന്റെ ഒരു ആവി ഒരു ചൂട് ഇതിൽ ഏൽക്കാൻ പാടുള്ളൂ. എന്തായാലും ഇതൊക്കെ ഒന്ന് തിരിച്ചിടട്ടെ. ഇതൊക്കെ ഒന്ന് തിരിച്ച് ഇട്ട് കഴിഞ്ഞാലേ ഇത് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വെൽക്കം ബാക്ക്. ഓ അടിപൊളി. ഒന്നും പറയണ്ട, നിങ്ങൾ ശകലം നേരം ബ്രേക്ക് എടുത്ത സമയത്ത് ഞാനൊരു അരമണിക്കൂറോളമായിട്ട് ഇത് വേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ 3 പേരും കൂടെ. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തു. ഇതിനിടയ്ക്ക് തീ എല്ലാം കുറച്ചിട്ട് കുറച്ച് ഹൈറ്റ് എടുത്തിട്ട് തീൻ്റെ ചൂട് മാത്രം കയറ്റി ഒന്ന് നന്നായിട്ട് വേവിച്ചു. അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മളിത് കഴിക്കുമ്പോൾ അതിൻ്റെ മറ്റേ ബോൺസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊരു റെഡ് കളർ കാണും. അത് വരാതിരിക്കാനായിട്ട് വളരെ തീ ഇല്ലാണ്ട് കനലിൻ്റെ ചൂടിൽ മാത്രം അതിനെ കുറേ ചുട്ടെടുത്തു. ഇപ്പം തന്നെ കറുത്ത കളറായി. ഇനി നിൽക്കാൻ പറ്റത്തില്ല, കാരണം ഉള്ളിയും ഇതൊക്കെ കരിഞ്ഞു പോകും. ഞാൻ ഈ ഉള്ളിയും തക്കാളിയൊക്കെ പറക്കിക്കോട്ടെ. പറക്കുക. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചോളൂ. ഈ എണ്ണ ഒഴിക്കണ എന്തിനു വേണ്ടിട്ടാ? ഈ എണ്ണ കിട്ടുന്ന ഒരു സോഫ്റ്റിന് വേണ്ടി. അതാണ് ഒരു സോഫ്റ്റ്നെസ്, ഒരു ഇത് കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഇങ്ങനെ ചേർക്കണത്. കാരണം അതിനകത്തുള്ള എല്ലാ ഫാറ്റും കത്തിപ്പോയി. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഇതുപോലത്തെ ഒരു 8 പീസൊക്കെ കഴിച്ചിട്ട് പോവാം അല്ലേ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് പറക്കി വെക്കാം. ഒരു പാത്രം തന്നെ ഉള്ളിയും തക്കാളിയും, കാരണം അത് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് പോവും. ഈ ഇരിക്കുന്ന സവാളയും ഈ എടുത്ത ഉള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് ഉടയ്ക്കണം. ഉടച്ചിട്ട് ശകല ഉപ്പ് കൂടെ ചേർക്കണം, വേറെ ഒന്നും ചേർക്കണ്ട. എന്നിട്ട് ഈ ചിക്കൻ അങ്ങോട്ട് മുക്കി അത് കഴിക്കുക. അതെ, ഇനി നമുക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ. നമ്മളിത് ഞാൻ പറഞ്ഞത് കൊടൈക്കനാലാണ് നിൽക്കുന്നത്. ഇന്ത്യയിലുള്ള സകല ആൾക്കാരും വളരെ ഇഷ്ടത്തോടെ, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വരുന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ. ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. അങ്ങനെ വന്ന കുറേ കൂട്ടുകാർ, നമ്മൾ ഈ സോൾട്ട് പെപ്പറിൻ്റെ ക്രൂ താമസിക്കുന്ന ഇതേ റിസോർട്ടിൽ താമസിക്കുന്ന എറണാകുളത്തുള്ള കുറേ നല്ല കൂട്ടുകാരും നിൽപ്പുണ്ട്. ഞാൻ അവരെ കൂടെ ഒന്ന് വിളിക്കുകയാണ്, കാരണം നമ്മുടെ പ്രേക്ഷകരും കൂടെ വരട്ടെ. ബാ എല്ലാവരും വന്നേ. കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള എറണാകുളം ജില്ലയിലെ ആൾക്കാരായി വരുന്നുണ്ട് എല്ലാവരും. ഞാൻ അവരെയൊക്കെ പോയി ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. ഇപ്പോഴേക്കും ഉള്ളിയൊക്കെ ഒന്ന് മാറ്റിക്കണേ. ഈ എപ്പിസോഡിൽ ഈ ചിക്കൻ ഇങ്ങനെ ചുടാൻ തുടങ്ങിയത് തൊട്ട് ഇതിന്റെ കരയിൽ നിന്നതെല്ലാം വീഴ്ചകൊണ്ട് നിന്ന കൂട്ടുകാരായി വരുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടുകാരായി ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഈ കുക്കറി ഷോ ലൈവായിട്ട് കണ്ടുകൊണ്ട് നിന്നവരാണ്. പേര് ആബിദ റഫീഖ്. സീനത്ത്. എന്ത് ചെയ്യണേ ജസ്മ? ഞാൻ +2 അടിപൊളി.
ഫിബിന ആ 10th. സിബിന ആ 7th. സിബിന 7th ഇനി. ജസ്ന ആ ഡിഗ്രി സെക്കൻഡ് ഇയർ. പക്ഷെ എല്ലാരും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കണം, ഒരേ ക്ലാസ് പഠിക്കുന്ന ഒരേ പോലെ ഉണ്ട്. എങ്ങനെയുണ്ട് +2 റിസൾട്ട് ഒക്കെ വന്നില്ലേ? ഇല്ലേ, +2 ആകുകയാണല്ലേ. എന്ത് പറയണോ ഈ ഒരു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിഷിനെ കുറിച്ച്? ഞങ്ങൾ കണ്ടു നിന്നപ്പോ തുടങ്ങി ഞങ്ങൾക്ക് നല്ല ഇനി വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കി നോക്കണമെന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളും ചെയ്യണം കേട്ടോ. ഇത് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഇത് വീട്ടിൽ പോയി ഉണ്ടാക്കണമെന്നുണ്ട്. പിന്നെ ഇതൊരു ഫെസ്റ്റിവൽ ഫുഡാണ്. നമ്മളെല്ലാവരും കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും കൂടെ വളഞ്ഞു നിന്നിട്ട് സന്തോഷത്തോടെ സ്നേഹപൂർവ്വമൊക്കെ വാചകമൊക്കെ അടിച്ച് നിന്നുണ്ടാക്കാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ ഓരോന്ന് പറക്കി നമ്മൾ പ്ലേറ്റിലാക്കുന്നു. ഒരു പബ്ലിക് സ്ഥലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. നമ്മളതിൽ അതിൻ്റെ ഒരു പീസ് ഒന്ന് മാറ്റി വെക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വയറൊക്കെ ഗ്യാസ് ട്രബിളൊക്കെ വരും. ടേസ്റ്റ് ചെയ്യാറായോ? അല്ല ഇത് മാത്രം, പിന്നെ അത് ബാക്കി എടുക്കാം, നമുക്ക് റെഡിയാക്കാം. അതും കൂടെ എടുത്തേ. ഉള്ളിനെയൊക്കെ കൈ കൊണ്ട് ഉടയ്ക്കാവുന്നേ ഉള്ളൂ, അത്രയ്ക്ക് അത് വെന്ത് കഴിഞ്ഞു. നമ്മുടെ ജയൻ അബ്സല്യൂട്ട്ലി ശരിക്കും കുക്കിങ്ങിലെ ഒരു ഇതിഹാസം തന്നെയാണ് ഇദ്ദേഹം. ഇന്നത്തെ ഈ ദിവസത്തെ ഈ കൗതുക കാഴ്ച സമ്മാനിച്ചത് ഈ ജയകുമാറാണ്. തരൂ, എന്താണ് ഇത്ര താമസം, മര്യാദയ്ക്ക് തരാൻ. തക്കാളി കൊടുത്താ. ഇന്നത്തെ ദിവസം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇത്രയും ഇതുണ്ട് കുഞ്ഞനിയത്തിമാര് പെങ്ങന്മാരൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് കൊടുക്കാണ്ട് ഞാൻ എങ്ങനെ ടേസ്റ്റ് ചെയ്യും? അപ്പൊ നിങ്ങള് എത്രയോ നേരമായിട്ട് ഇതിന്റെ ഒരു പീസ് കഴിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്നും പറഞ്ഞ് നിന്നവരെ ഇപ്പൊ ഭയങ്കര മാന്യന്മാരായിട്ട് നിൽക്കുകയാണ്. എടുത്തോളൂ, വലിയ പീസ് തന്നെ എടുത്തോ. എടന്നേ മോളെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്തില്ലേ? നിങ്ങളും ഷെയർ ചെയ്തോളൂ. ശരിക്കും ഇങ്ങനെയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയിലൂടെ തന്നെ കുക്ക് ചെയ്ത് കഴിച്ചാൽ അതിനൊരു രസമുള്ളത്. ഇപ്പം തന്നെ കണ്ടില്ല, നമ്മളെല്ലാവരും കൂടെ വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് ഇതാക്കാൻ പോണേ അല്ലേ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റി. എങ്ങനെയുണ്ട്? എല്ലാരും സൂപ്പർ. എങ്ങനെയുണ്ട്? ഗംഭീരം. എൻ്റെ അണ്ണാ ജയ, ഇതാണ് ജയകുമാർ. നമുക്ക് വേണ്ടിയിട്ടല്ല, ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും വേണ്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെയുള്ള അത്ഭുത കാഴ്ചകൾ ഇവിടെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പറിന് വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു കുക്കിംഗ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു. ഗംഭീര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ സൈഡിൽ നോക്കിയപ്പോൾ ഞാൻ പറയണ ആരും കേൾക്കില്ല. എല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കണം. അത് കാണാനൊരു ഭംഗിയുണ്ട്, കഴിക്കണവരെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ കാണാനും. അപ്പം ഇത് എങ്ങനെയാണ് ഇത്ര മനോഹരമായ ഈ ഭംഗിയുള്ള വിഭവം ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ലേ? അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു റീക്യാപ്പ്. അപ്പൊ എങ്ങനെ, എല്ലാവർക്കും സന്തോഷമായില്ലേ? മതിയോ? കുറച്ചുകൂടെ വേണോ? അത് ശരി, അടിപൊളിയാ. ഇവിടുത്തെ സന്തോഷം കണ്ടോ? അപ്പൊ ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ നല്ല ഒരു വിഭവമായിട്ട് ഇന്ന് ഞങ്ങൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്ന് പടിയിറങ്ങുന്നു. അടുത്ത ആഴ്ചയിൽ ഇതിലും ഗംഭീരമായ ചില കാഴ്ചകളുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.